ഒരു തരത്തിൽ തൊഴിലാളി വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലാളികളുടെ സർക്കാരാണ് അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സർക്കാരാണെന്ന് കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാന സർക്കാരും തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മെയ് ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിറ്റഴിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ഇനി യാതൊരുവിധമായ പ്രയോജനവുമില്ലാത്ത ഒരു ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സംഘടിക്കുവാനോ അതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതോടുകൂടി സ്വകാര്യ മുതലാളിമാർ പറയുന്നത് അനുസരിക്കേണ്ട അടിമവർഗമായി പഴയ കാലത്തെ പോലെ തൊഴിലാളികൾ മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ തൊഴിലിന് യാതൊരുവിധമായ ഉറപ്പുമില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. ഓടിക്കേണ്ട അവസരത്തിലേക്ക് തൊഴിലാളി വർഗം മാറുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് INDF ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോബിപ്പോഴാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം അടക്കം ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുള്ളത്, ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു മുഖമാണ് പിണറായി സർക്കാർ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കാനഡയിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ നിരന്തരമായ ഒരു പ്രത്യേക സമരത്തിലേക്ക് പോയി. മെയ് 1-ാം തീയതി, മെയ് 2-ാം തീയതി തന്നെ പോലീസ് അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിട്ടു. 2 ദിവസം പിന്നിട്ടപ്പോൾ 7 തൊഴിലാളികൾ അവിടെ വെടിയേറ്റ് വീണു. തൊഴിലാളികൾ അവരുടെ ആവേശവീര്യം നിർവീര്യമായി പുറമോട്ട് പോകാൻ തയ്യാറായില്ല. 8 പോലീസുകാരും അവിടെ കൊല്ലപ്പെട്ടു. ആ സമരം തൊഴിലാളികളുടെ വിശ്രമത്തിനും വിനോദത്തിനും അവരുടെ അധ്വാന സംരക്ഷണത്തിനും വേണ്ടിയുള്ള ആ സമരം ലോകമാകെ ഏറ്റെടുത്തു.